ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 214/2014. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൻ്റെ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ അസഫ് അലി. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൻ്റെ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ അസഫ് അലി. സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് നേർമുകളിൽ വരുന്ന ദിവസം ജൂൺ 21. സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് നേർമുകളിൽ വരുന്ന ദിവസം ജൂൺ 21. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗ. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗ. ഞാൻ എന്ന ആത്മകഥയുടെ രചയിതാവ് NN പിള്ള. ഞാൻ എന്ന ആത്മകഥയുടെ രചയിതാവ് NN പിള്ള. ബംഗ്ലാദേശിൻ്റെ ദേശീയ കായിക വിനോദം കബഡി. ബംഗ്ലാദേശിൻ്റെ ദേശീയ കായിക വിനോദം കബഡി. ഗലീന ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ലെഡ്. ഗലീന ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ലെഡ്. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം 1932. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം 1932. തപാൽ സ്റ്റാമ്പിൽ സ്ഥാനം പിടിച്ച ആദ്യത്തെ മലയാളി വനിത അൽഫോൺസാമ്മ. തപാൽ സ്റ്റാമ്പിൽ സ്ഥാനം പിടിച്ച ആദ്യത്തെ മലയാളി വനിത അൽഫോൺസാമ്മ. ഇൻ്റർനെറ്റിൻ്റെ പിതാവ് വിൻഡൻ സർഫ്. ഇൻ്റർനെറ്റിൻ്റെ പിതാവ് വിൻഡൻ സർഫ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം. ഈ ക്വസ്റ്റ്യൻ PSC ഒന്ന് ഡിലീറ്റ് ചെയ്തിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ആര്യ സമാജം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതി. ആര്യ സമാജം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതി. 2016 ഒളിമ്പിക്സ് ആണ് അടുത്ത ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഈ 2028 ഒളിമ്പിക്സ് നോക്കാം. 2028 ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് ലോസ് ഏഞ്ചൽസ്. ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ പ്രസിഡന്റ്. ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ പ്രസിഡന്റ്. കിഴക്കോട്ട് ഒഴുകുന്ന നദി പാമ്പാർ. കിഴക്കോട്ട് ഒഴുകുന്ന നദി പാമ്പാർ. ഇലക്ട്രിക് ബൾബിൽ നിറച്ചിരിക്കുന്ന വാതകം ആർഗൺ. ഇലക്ട്രിക് ബൾബിൽ നിറച്ചിരിക്കുന്ന വാതകം ആർഗൺ. സിക്സ്ത് സെൻസ് എന്ന സിനിമയുടെ സംവിധായകൻ. കേരള സർവകലാശാലയുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. കേരള സർവകലാശാലയുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഹംപി. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഹംപി. നന്ദനാർ ആരുടെ തൂലികാനാമമാണ്? PC ഗോപാലൻ. നന്ദനാർ ആരുടെ തൂലികാനാമമാണ്? PC ഗോപാലൻ. കിഴക്കൻ റെയിൽവേയുടെ ആസ്ഥാനം കൊൽക്കത്ത. കിഴക്കൻ റെയിൽവേയുടെ ആസ്ഥാനം കൊൽക്കത്ത. ഗുൽസാർലാൽ നന്ദയുടെ സമാധിസ്ഥലം നാരായൺ ഘട്ട്. ഗുൽസാർലാൽ നന്ദയുടെ സമാധിസ്ഥലം നാരായൺ ഘട്ട്. കേരളത്തിൻ്റെ തനത് കലാരൂപം കഥകളി. കേരളത്തിൻ്റെ തനത് കലാരൂപം കഥകളി. മഹാത്മാ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. മഹാത്മാ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. കേരള കായിക ദിനം ഒക്ടോബർ 13. ആരുടെ ജന്മദിനമാണ്? GV രാജ. കേരള കായിക ദിനം ഒക്ടോബർ 13. ആരുടെ ജന്മദിനമാണ്? GV രാജ. പറങ്കികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് പോർച്ചുഗീസുകാർ. പറങ്കികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് പോർച്ചുഗീസുകാർ. ആർദ്രത അളക്കാനുള്ള ഉപകരണം ഹൈഗ്രോമീറ്റർ. ആർദ്രത അളക്കാനുള്ള ഉപകരണം ഹൈഗ്രോമീറ്റർ. ജപ്പാൻ പാർലമെൻറ്റ് അറിയപ്പെടുന്നത് ഡയറ്റ്. ജപ്പാൻ പാർലമെൻറ്റ് അറിയപ്പെടുന്നത് ഡയറ്റ്. ഭൂമിയിൽ 72 കിലോ ഭാരമുള്ള ആളുടെ ചന്ദ്രനിലെ ഭാരം 12. ഭൂമിയിൽ 72 കിലോ ഭാരമുള്ള ആളുടെ ചന്ദ്രനിലെ ഭാരം 12. ഇന്ത്യയിൽ ആദ്യമായി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷ തമിഴ്. ഇന്ത്യയിൽ ആദ്യമായി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷ തമിഴ്. ഒറൈസ സറ്റേവ ഏതിൻ്റെ ശാസ്ത്രീയ നാമമാണ്? നെല്ല്. ഒറൈസ സറ്റേവ ഏതിൻ്റെ ശാസ്ത്രീയ നാമമാണ്? നെല്ല്. ലോക ജനസംഖ്യ 500 കോടിയിലെത്തിയ വർഷം 1987. ലോക ജനസംഖ്യ 500 കോടിയിലെത്തിയ വർഷം 1987. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഇന്ദുലേഖ. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഇന്ദുലേഖ. കേരളത്തിലെ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി ശ്രീ പിണറായി വിജയൻ. ഇന്ത്യയിലെ ആദ്യത്തെ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഡയോപ്റ്റർ. ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഡയോപ്റ്റർ. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം ബാംഗ്ലൂർ. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം ബാംഗ്ലൂർ. ഭയം ഉണ്ടാകുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ അഡ്രിനാലിൻ. ഭയം ഉണ്ടാകുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ അഡ്രിനാലിൻ. ഉപദ്വീപ് ഇന്ത്യയിലെ നീളം കൂടിയ നദി ഗോദാവരി. ഉപദ്വീപ് ഇന്ത്യയിലെ നീളം കൂടിയ നദി ഗോദാവരി. കൊല്ലവർഷം ആരംഭിക്കുന്നത് AD 825. കൊല്ലവർഷം ആരംഭിക്കുന്നത് AD 825. അർബുദം ബാധിക്കാത്ത മനുഷ്യ അവയവം ഹൃദയം. അർബുദം ബാധിക്കാത്ത മനുഷ്യ അവയവം ഹൃദയം.
കേരളത്തിലെ ഏക കന്റോൺമെൻറ് കണ്ണൂർ. കേരളത്തിലെ ഏക കന്റോൺമെൻറ് കണ്ണൂർ. മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്നത് നിംബസ്. മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്നത് നിംബസ്. മാർബിളിൻ്റെ രാസനാമം കാൽസ്യം കാർബണേറ്റ്. മാർബിളിൻ്റെ രാസനാമം കാൽസ്യം കാർബണേറ്റ്. 2013 എഴുത്തച്ഛൻ പുരസ്കാരമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 2023 എഴുത്തച്ഛൻ പുരസ്കാരം നോക്കാം. NS മാധവൻ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് NS മാധവൻ. ഹോക്കിയുമായി ബന്ധപ്പെട്ടത് അഗാഖാൻ കപ്പ്. ഹോക്കിയുമായി ബന്ധപ്പെട്ടത് അഗാഖാൻ കപ്പ്. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി ദൈവദശകം. ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി ദൈവദശകം. നദികളെക്കുറിച്ചുള്ള പഠനമായിരുന്നു പോട്ടമോളജി. നദികളെക്കുറിച്ചുള്ള പഠനം പോട്ടമോളജി. വേദനയോടുള്ള അമിതമായ ഭയം ആൽഗോഫോബിയ. വേദനയോടുള്ള അമിതമായ ഭയം ആൽഗോഫോബിയ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ പട്ടണം കോട്ടയം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ പട്ടണം കോട്ടയം. ആദ്യം കണ്ടുപിടിച്ച ആസിഡ് അസറ്റിക് ആസിഡ്. ആദ്യം കണ്ടുപിടിച്ച ആസിഡ് അസറ്റിക് ആസിഡ്. ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമായിരുന്നു ഓക്സിജൻ. ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാനുണ്ട്. ആരുടെ വാക്കുകളാണിത്? റെനെ ദെക്കാർത്തെ. ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാനുണ്ട്. ആരുടെ വാക്കുകളാണിത്? റെനെ ദെക്കാർത്തെ. ചിന്നസ്വാമി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചിന്നസ്വാമി സ്റ്റേഡിയം ബാംഗ്ലൂർ. ചിന്നസ്വാമി സ്റ്റേഡിയം ബാംഗ്ലൂർ. 2013 സാഹിത്യ നൊബേലാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് 2024 സാഹിത്യ നൊബേൽ കിട്ടിയത് നോക്കാം. ഹാൻ കാങ്. കൊറിയൻ എഴുത്തുകാരിയായ ഹാൻ കാങ്ങിനാണ് 2024 സാഹിത്യ നൊബേൽ കിട്ടുന്നത്. ചന്ദ്രയാൻ 1ൻ്റെ പ്രൊജക്ട് ഡയറക്ടർ മയിൽസ്വാമി അണ്ണാദുരൈ. ചന്ദ്രയാൻ 1ൻ്റെ പ്രൊജക്ട് ഡയറക്ടർ മയിൽസ്വാമി അണ്ണാദുരൈ. പശ്ചിമഘട്ടത്തെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 2012. പശ്ചിമഘട്ടത്തെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 2012. സൂര്യനിൽ നിന്നും താപം ഭൂമിയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? വികിരണം വഴിയാണ്. സൂര്യനിൽ നിന്നും താപം ഭൂമിയിലേക്ക് എത്തുന്നത് വികിരണം വഴിയാണ്. ആറ്റത്തിൽ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന ചാർജ് ഇല്ലാത്ത കണം ന്യൂട്രോൺ. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന ചാർജ് ഇല്ലാത്ത കണമായിരുന്നു ന്യൂട്രോൺ. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് അവസ്ഥയിലാണ്? പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പ്ലാസ്മ. സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹമായിരുന്നു ബുധൻ. സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം ബുധൻ. ടോർച്ചിലെ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണം കോൺകേവ് ദർപ്പണം. ടോർച്ചിലെ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്നത് കോൺകേവ് ദർപ്പണം. ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? അലൂമിനിയം. ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? അലൂമിനിയം. കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ. അണക്കെട്ടിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിന് ഏത് ഊർജ്ജമാണുള്ളത്? സ്ഥിതികോർജ്ജം. അണക്കെട്ടിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിന് സ്ഥിതികോർജ്ജം. താഴെ പറയുന്ന വാതകങ്ങളിൽ അലസവാതകമല്ലാത്തതേത്? അലസവാതകമല്ലാത്തത് നൈട്രജൻ. വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH തന്നിരിക്കുന്നു. ഏത് മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? 5. വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH തന്നിരിക്കുന്നു. ഏത് മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? 5. മാംസ്യത്തിൻ്റെ അഭാവം മൂലം കുട്ടികളിൽ കണ്ടുവരുന്ന രോഗം ക്വാഷിയോർക്കർ. മാംസ്യത്തിൻ്റെ അഭാവം മൂലം കുട്ടികളിൽ കണ്ടുവരുന്ന രോഗം ക്വാഷിയോർക്കർ. ശരീര തുലനനിലയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. ശരീര തുലനനിലയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. തന്നിരിക്കുന്നവയിൽ മൊണീഷ്യസ് അല്ലാത്ത സസ്യം ജാതി. മലമ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി പ്രോട്ടോസോവ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥി. ഒഫ്താൽമോളജി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഒഫ്താൽമോളജി നേത്രരോഗ ചികിത്സ. കോശത്തിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന കോശാംഗം മൈറ്റോകോൺട്രിയ. BCG വാക്സിൻ ഏത് രോഗത്തിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ്? ക്ഷയം. മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മാണം നടക്കുന്നത് എവിടെ വെച്ച്? കരൾ. മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മാണം നടക്കുന്നത് കരൾ. രക്തപര്യനം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ വില്യം ഹാർവി. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.